ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം. ഓണാഘോഷം പൊടിപൊടിക്കാൻ അന്നയും നിങ്ങളോടൊപ്പം. മെഗാ പ്രൈസ് 3 സ്വർണ്ണ നാണയം. കൂടാതെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, ടിവി, മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് എതിർവശം, ചേലക്കര. സബർമതി പഠന ഗവേഷണ കേന്ദ്രം എറണാകുളത്ത് നടത്തിയ 2 ദിവസത്തെ സെമിനാറിൽ പങ്കെടുത്ത തൃശൂർ ജില്ലയിൽ നിന്നും ഏക വിദ്യാർത്ഥിയായ സഹല എന്ന മിടുക്കി. ഗാന്ധിജി, നെഹ്റുജി, നേതാജി, ലാലാ ലജ്പത് റായ്, മൗലാന അബുൽ കലാം ആസാദ്, ഭഗത് സിംഗ് തുടങ്ങിയ ആയിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ രാപ്പകലില്ലാതെ പൊരുതി നേടിയ അവകാശം. അതെ, 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യമായത്. 98 പ്രസംഗങ്ങൾ പൂർത്തിയാക്കി 100ാം പ്രസംഗത്തിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് സഹല എന്ന കൊച്ചുമിടുക്കി. പഴയന്നൂർ കുന്നത്തറ സ്വദേശിയായ സഹല സബർമതി പഠന ഗവേഷണ കേന്ദ്രം എറണാകുളം നടത്തിയ 2 ദിവസത്തെ സെമിനാറിൽ തൃശൂർ ജില്ലയിൽ നിന്നും പങ്കെടുത്ത ഏക വിദ്യാർത്ഥിനിയാണ്. ഓർമ്മക്കൂട്ട് എന്ന വിദ്യാർത്ഥി സംഘടനയുടെ 5ാം വാർഷികവും അതുപോലെ തന്നെ അതിന്റെ കുടുംബ സംഗമവും ഈ വരുന്ന ഫെബ്രുവരി 16-ാം തീയതി നടക്കുന്നു. അതിലാണ് MLA UR പ്രദീപ് സാർ എന്നെ ആദരിക്കുന്നത്. ഇതിനുവേണ്ടി എന്നെ തിരഞ്ഞെടുത്ത ഓർമ്മക്കുട്ടിന്റെ എല്ലാ ഭാരവാഹികൾക്കും അതോടൊപ്പം തന്നെ ജയേട്ടൻ അങ്കിളിനും എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ അനുമോദനത്തോടു കൂടിയാണ് സഹല മടങ്ങിയത്. ഫാത്തിമ സഹല നമ്മുടെ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഏറ്റവും മിടുക്കിയായിട്ടുള്ള കുട്ടിയാണ്. പ്രസംഗത്തിൽ വളരെ മികച്ച രീതിയിൽ ധാരാളം സമ്മാനങ്ങളൊക്കെ നേടി നമ്മുടെ സ്കൂളിനെ ഉയർച്ചയിലേക്ക് എത്തിച്ചതാണ് ഫാത്തിമ സഹല. ഫാത്തിമയുടെ 100ാമത്തെ പ്രസംഗം നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ പ്രസംഗം വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതിന് 100ാമത്തെ പ്രസംഗത്തിന് എല്ലാവിധ ആശംസകളും അനുഗ്രഹവും നൽകുകയാണ്. ഞാൻ ഫാത്തിമ സഹലയെ ആദ്യമായി പരിചയപ്പെടുന്നത് അവളിവിടെ 6ാം ക്ലാസ്സിൽ ആദ്യം ചേരാൻ വന്നപ്പോഴാണ്. അപ്പോൾ ആദ്യം തന്നെ ചേർന്നത് എൻ്റെ ക്ലാസ്സിലാണ്. അവിടെ നിന്ന് ഞാൻ ഈ കുട്ടീനെ തിരിച്ചറിഞ്ഞത് പ്രസംഗത്തിൽ അവൾക്കുള്ള കഴിവ് അത് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. തുടർന്ന് സ്കൂളിലെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രോഗ്രാമിലും അവളെ പങ്കെടുപ്പിച്ചു. മിക്കവാറും എല്ലാത്തിലും തന്നെ ആ കുട്ടി ഫസ്റ്റ് വാങ്ങി വന്നു. അപ്പോൾ അതെനിക്ക് വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ അവളുടെ 98ാമത്തെ പ്രസംഗം കഴിഞ്ഞു. ഇനി അടുത്തത് 100ാമത്തെ 99, 100 2 പ്രസംഗം. അപ്പോൾ 100ാമത്തെ പ്രസംഗം വളരെ നന്നായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതുമാത്രമല്ല, ജീവിതത്തിലെ എല്ലാ തരത്തിലും ഉയർച്ചയുണ്ടാകട്ടെ, നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് സഹല വളരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സഹലയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സഹല ഞങ്ങളുടെ സ്കൂളിൽ നാളെയുടെ ഞങ്ങളുടെയൊക്കെ ഒരു വാഗ്ദാനം, പഴയന്നൂരിൻ്റെ വാഗ്ദാനം മാത്രമല്ല, നമ്മുടെ സമൂഹത്തിനും രാഷ്ട്രത്തിനും ഒക്കെ മുതൽക്കൂട്ടാകുന്ന രീതിയിൽ നാളെയുടെ ഒരു മുദ്ര അടയാളപ്പെടുത്തുന്നൊരു കുട്ടിയായിട്ടാണ് ഞാൻ കാണുന്നത്. സഹലയെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, ഞാൻ ഹൈസ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. എന്നിരുന്നാലും നമുക്കറിയാലോ കുട്ടികളുടെ കഴിവുകൾ. അപ്പോൾ ആ കഴിവുകളെ നമ്മൾ കണ്ടെത്തുകയും അതിനാവശ്യമായിട്ടുള്ള ഒരു വേദി നമ്മൾ കൊടുക്കാറുണ്ട് സഹലയ്ക്ക്. അപ്പോൾ ഇനിയും തുടർന്നും ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാൻ സഹലയ്ക്ക് ആവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ബഹുഭാഷാ പ്രസംഗത്തിന്റെ പ്രാവീണ്യം കൊണ്ട് മേധ പട്കർ അടക്കം നിരവധി പ്രമുഖരുടെ അനുമോദനവും സഹലയ്ക്ക് പ്രചോദനമായി കൂടെയുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് സഹലയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഫാത്തിമ സഹലയുടെ പ്രസംഗങ്ങൾ ഒരു പ്രസംഗമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. വളരെ ആകർഷണീയമായിരുന്നു. അപ്പോൾ 100ാം പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാവിധമായ ആശംസകളും. ഗാന്ധിയെപ്പറ്റി വളരെ ആർദ്രതയോടുകൂടി ആഴത്തിൽ പഠിച്ച് നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാകുന്ന രീതിയിലാണ് സംസാരിക്കാറുള്ളത്. അപ്പം സഹലയ്ക്ക് എല്ലാവിധമായ സ്നേഹാശംസകളും ഇനി ഒരുപാട് ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ആശംസിക്കുന്നു. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന സഹലയ്ക്ക് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ശക്തമായ പിന്തുണയും മുന്നേറാൻ പ്രോത്സാഹനമേകുന്നുവെന്ന് സഹല പറയുന്നു. ഒരാഴ്ച മുമ്പ് എൻ്റെ ഗാന്ധി ജയന്തി സ്പീച്ച് കണ്ട് നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സർ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും എന്നെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ഇത് എൻ്റെ ലൈഫിലെ വലിയൊരു നേട്ടമായി ഞാൻ കണക്കാക്കുന്നു. അതുപോലെ തന്നെ ഫെബ്രുവരി 16-ാം തീയതി നമ്മുടെ ചേലക്കരയുടെ MLA പ്രദീപ് സാർ എന്നെ ആദരിക്കുന്നുണ്ട്. മാതാപിതാക്കളായ നടക്കൽ വീട്ടിൽ ഷാഹുൽ, തസ്ലീമ എന്നിവർ മകളുടെ നേട്ടത്തെക്കുറിച്ച് അഭിമാനാർഹം സംസാരിക്കുകയാണ്.
എൻ്റെ പേര് തസ്ലീമ. ഞാൻ ഫാത്തിമ സഹലയുടെ ഉമ്മയാണ്. അവൾക്ക് ചെറുപ്പം മുതലേ തന്നെ വായിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. അവളെ ചെറുപ്പം മുതൽ തന്നെ കളിക്കുടുക്ക, ബാലരമ അങ്ങനെ തുടങ്ങിയ പുസ്തകങ്ങളോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ അങ്ങനെയാണ് അവൾ 4ാം ക്ലാസ്സിൽ ഒരു ശാരി ടീച്ചർ ഉണ്ടായിരുന്നു. അതാണ് കുട്ടിനെ ഈ മൈക്ക് പിടിക്കാൻ തന്നെ അവൾക്ക് പേടിയായിരുന്നു. ഒരു സ്പീച്ച് കൊടുത്തിരുന്നു ആദ്യമായിട്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു മോളെ കൊണ്ട് ചെയ്യിക്കട്ടെ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ടീച്ചർ പറഞ്ഞു അത് കുഴപ്പമില്ല, എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം എന്ന ഒരിതെത്തി. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടെ. പിന്നെ അവൾക്ക് അതിനോട് ഒന്ന് ചെയ്തതോടുകൂടി അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ സ്പീച്ച് ചെയ്യാൻ. അങ്ങനെയാണ് മോള് സ്പീച്ചിൻ്റെ ഇതിലേക്ക് തന്നെ തുടക്കം കുറിച്ചത്. കളിക്കുടുക്ക, ബാലരമ പോലെയുള്ള മാസികകളിലൊക്കെ നല്ല വായനാശീലം ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. അതുപോലെ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ അവൾ നിരവധി കഥ പറയൽ മത്സരങ്ങളിൽ 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. അവൾ 4ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവളുടെ ക്ലാസ് ടീച്ചർ, ശാരി ടീച്ചർ പറഞ്ഞൊരു ടീച്ചറാണ് അവളുടെ ആദ്യമായി പ്രസംഗിപ്പിച്ചത്. അത് പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസനെ കുറിച്ചായിരുന്നു മോൾ ആദ്യം പ്രസംഗിച്ചത്. ടീച്ചറുടെ ഒരു നിർബന്ധപ്രകാരമായിരുന്നു മോള് പ്രസംഗം തുടങ്ങിയത്. പിന്നെ ആ വർഷം തന്നെ സബ് ജില്ലാ തലത്തിലൊക്കെ 1ാം സ്ഥാനം നേടി. പിന്നെ അതിനുശേഷം പഴയന്നൂർ സ്കൂളിൽ ലത ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു മോളുടെ 6ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ. ടീച്ചർ അതുപോലെ തന്നെ നിരവധി അവസരങ്ങൾ കൊടുത്ത് സ്കൂളിൽ എല്ലാ അവസരങ്ങളിലും പ്രസംഗിക്കാനും അതുപോലെ എല്ലാ മത്സരങ്ങൾക്കും പങ്കെടുപ്പിക്കാനും ടീച്ചർ അവസരം കൊടുത്തിട്ടുണ്ട് അവൾക്ക്. അതുപോലെ തന്നെ സോമസുന്ദരൻ സാറ്, HM ജയന്തി ടീച്ചർ, അതുപോലെ തന്നെ ജംഷീന ടീച്ചർ, നൗഷിയ ടീച്ചർ, പിന്നെ അവളുടെ എല്ലാ ടീച്ചേഴ്സും, അതുപോലെ ക്ലാസ് ടീച്ചർ ഡയന ടീച്ചർ, ഇപ്പോൾ 7ാം ക്ലാസ്സിലുള്ള ടീച്ചർ, GHSS പഴയന്നൂരിലെ മുഴുവൻ അധ്യാപകരും അവൾക്ക്, അതുപോലെ ബിന്ദു ടീച്ചർ, തുടങ്ങിയ എല്ലാ ടീച്ചേഴ്സും അവൾക്ക് ശക്തമായ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ആ പിന്തുണ മൂലമാണ് അവൾ ഒരു 100ാം സ്പീച്ചിലോട്ടാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. CCV ന്യൂസ് പഴയന്നൂർ.